പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകളും, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി തന്നെ കാണണം. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക. പൂർണ്ണമായിട്ടും കണ്ടാലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. പല ആളുകളും കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് വിമർശിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രദ്ധിക്കുക. പല കാര്യങ്ങളും വീഡിയോയുടെ അവസാന ഭാഗത്തോട് ചേരുന്ന സമയത്തും പകുതി ഭാഗം കഴിയുമ്പോഴുമാണ് വ്യക്തമായിട്ടുള്ള കൂടുതൽ ധാരണകൾ ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്കുണ്ടാകുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ ആഴ്ച തുടക്കത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഏകദേശ അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2000 രൂപ വീതമുള്ള തുകയാണ് ലഭിക്കേണ്ടത്. ഇതിൽ കർശനമായിട്ടുള്ള പരിശോധനകളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. അർഹതയുള്ള ആളുകളിലേക്ക് മാത്രം തുക വിതരണം ചെയ്യുന്ന രീതിയിലേക്കുള്ള നടപടികളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ആഴ്ച, അതായത് വ്യാഴാഴ്ചയ്ക്കകം തന്നെ പൂർണ്ണ അളവിൽ, അതായത് ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, അതിനുശേഷം അടുത്ത ദിവസം തന്നെ തുക വിതരണം ചെയ്യുകയാണ്. അത് നിങ്ങളുടെ കൈകളിലേക്ക് വളരെ പെട്ടെന്ന് ഒറ്റത്തവണയായിട്ട് തന്നെ എത്തുമെന്നുള്ള കാര്യത്തിൽ, വ്യാഴാഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. മാത്രമല്ല, ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം സാധാരണ എല്ലാ പ്രാവശ്യവും ഈ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തി കറക്റ്റ് സമയത്ത് തുക വിതരണം ചെയ്യാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. ഇത് വലിയ രീതിയിലുള്ള വിമർശനം ഏറ്റെടുന്ന ഒരു സാഹചര്യമാകും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം പണം കണ്ടെത്തി വിതരണം ചെയ്യുന്ന സമയത്ത് മാത്രം പറയുക എന്നുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഞാൻ മുൻപ് തന്നെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷൻ്റെ വർധനവ് വീണ്ടും ഉണ്ടാകും, ഇതിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളൊരു കാര്യത്തിൽ. അതായത് ഈ 2000 രൂപയായിരിക്കില്ല, വീണ്ടും വർധനവ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളൊരു കാര്യം. ഇതിൽ ഇപ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2000 രൂപയിലേക്ക് എത്തിച്ചപ്പോൾ അത് ഇലക്ഷനോട് കൂടിയുള്ള ഒരു സ്റ്റണ്ട് മാത്രമാകുമെന്ന് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അത് അതേപടി തന്നെ പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ബഡ്ജറ്റിനോടനുബന്ധിച്ച് തന്നെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. 2500 രൂപയിലേക്ക് തുക എത്തുവാനുള്ള ഒരു അവസ്ഥയും അല്ലെങ്കിൽ സാഹചര്യവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അറിയിപ്പ്. അങ്ങനെ വരുമ്പോൾ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ 62 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷകരമാവും. അതിനുശേഷം ഈ തുക 2500 രൂപയിലേക്ക് എത്തുകയും കൂടാതെ വീണ്ടും ഇലക്ഷൻ്റെ സമയത്ത് പ്രകടന പത്രികയിൽ തുക 3000 രൂപയിലേക്കോ 3500 രൂപയിലേക്കോ അടുത്ത 5 വർഷക്കാലയളവിൽ എത്തിക്കുമെന്നുള്ള പ്രകടന പത്രികയും ഉൾപ്പെടുത്താനുള്ള ഒരു നടപടിയായിരിക്കും വരുന്ന ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുക. കാരണം നിയമസഭാ ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്.